രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നില്ല, പകരം റായ്ബറേലിയിലാണ് മത്സരിക്കുന്നത്. അതായത് ഒരു കാര്യം വളരെ കൃത്യം, അമേഠി മണ്ഡലം ഗാന്ധി ഫാമിലി ഉപേക്ഷിച്ചു. പ്രിയങ്കയ്ക്ക് പോലും അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല. പകരം വഡേര, നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ്, ഞാനും കണ്ടതാണ് വീഡിയോയിൽ. വഡേര പറയുന്നു, ANIയിൽ കൂടെ, അതായത് ഏജൻസി ന്യൂസിൽ കൂടെ പറയുന്നു, അമേഠിയിലുള്ള ജനങ്ങൾക്ക് വഡേര അവിടെ മത്സരിക്കുവാൻ താല്പര്യമുണ്ട്. ആലോചിച്ച് നോക്കുക, അയാൾക്ക് എന്ത് ബന്ധമാണ് അമേഠിയുമായിട്ടുള്ളത്? ഈ പറയുന്ന ഫാമിലിയിൽ പ്രിയങ്കയുടെ ഹസ്ബൻഡ് എന്നതിൽ കവിഞ്ഞ് എന്ത് ബന്ധമാണ്? അതും ഒരു ബേസിക്കലി ഇവിടെ വഡേരയുടെ ഒരു ലോഞ്ചിങ്ങിൻ്റെ പാർട്ടായിട്ട് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ് ആ സംഭവം. ഇനി റായ്ബറേലിയിൽ മത്സരിക്കുന്നു. അവിടെ SP-യുമായിട്ട് സഖ്യമാണ് UP-യിൽ. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ദേശീയ പാർട്ടി ഉത്തർപ്രദേശിൽ എല്ലായിടത്തും തോക്കും. അതായത് ഇവരുടെ തോൽവി പൂർണ്ണമായിട്ടും അവർ തന്നെ അക്സെപ്റ്റ് ചെയ്തു. അതാണ് അമേഠിയിൽ ഈ ഫാമിലി മുഴുവനും മാറിയത്. അവിടെ KL ശർമ്മ എന്ന് പറഞ്ഞ ആളാണ് മത്സരം. ഈ KL ശർമ്മ എനിക്കറിയാം, കാരണം വളരെ നാൾ കൊണ്ട് തന്നെ ഈ ഫാമിലിയുമായിട്ട് ബന്ധം. ഈ അമേഠി പോകാൻ നേരത്ത് അവിടുത്തെ ഈ ഗാന്ധി ഫാമിലിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ശർമ്മയാണ്. ഇദ്ദേഹം ബേസിക്കലി UP-കാരനല്ല, ഇദ്ദേഹം പഞ്ചാബ് ലുധിയാന സ്വദേശിയാണ്. ഈ ഫാമിലിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഈ കോൺസ്റ്റിറ്റ്യുവൻസി നർച്ചർ ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് അവിടെ പോയതാണ്. ഒരു കാര്യം വളരെ കൃത്യം, എന്തുകൊണ്ടാണ് ഈ ഫാമിലിക്ക് അമേഠിയുമായിട്ടുള്ള ബന്ധം ഇല്ലാതായത്? ജനങ്ങൾ ഈ ഫാമിലിയെ വെറുക്കുന്നുണ്ട് ആ ഭാഗത്ത്. അതുകൊണ്ടാണ് സ്മൃതി ഇറാനി കഴിഞ്ഞ പ്രാവശ്യം അത്രയും 50,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത്. ഇപ്രാവശ്യം ഏകദേശ കണക്ക് പറയുന്നത് സ്മൃതി ഇറാനി ഏകദേശം 2.5-3 ലക്ഷം വോട്ടിന് അമേഠിയിൽ ജയിക്കുമെന്നാണ്, രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പോലും. അത് കോൺഗ്രസിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള അവരുടെ സർവേയും പറഞ്ഞു അവിടെ തോറ്റു തുന്നം പാടും. അവിടെ അമേഠി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ, നമ്മളിപ്പോൾ അവിടെ പണ്ട് മുതലേ ഞാൻ പോകുന്ന ഒരു സ്ഥലമാണ് UP-യിൽ അമേഠി. കാരണം ഈ പാർട്ടി ഇന്ത്യയിലെ പൊളിറ്റിക്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സീനിയർ ഇന്ദിരാഗാന്ധി ആണെങ്കിൽ, ഫിറോസ് ഗാന്ധി ആണെങ്കിൽ, റായ്ബറേലി അമേഠി, രാജീവ് ഗാന്ധി ആണെങ്കിൽ, സോണിയാഗാന്ധി ആണെങ്കിൽ, പിന്നെ രാഹുൽ ഗാന്ധി, ഇവർക്കൊക്കെ ബന്ധമുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവസാനം അതവരങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ അവിടെയുള്ള എത്രയോ കോൺഗ്രസ്സുകാർ അവരെന്ത് ചെയ്യും? കോൺഗ്രസ്സിന് ഇവർക്ക് വോട്ട് ചെയ്തിരുന്നവർ ഈ KL ശർമ്മയ്ക്ക് വോട്ട് ചെയ്യാനാണ് ഇപ്പോൾ പറയുന്നത്. അതായത് അവരുടെ ഫാമിലിയിൽ നിന്ന് പോലും ഒരാളെ നിർത്തി ജയിക്കാൻ പറ്റും എന്നവർക്ക് വിശ്വാസമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നാണ് എലക്ഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അതായത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയം. ആ ഫാമിലി തന്നെ കൺഫ്യൂസ്ഡാണ്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് റായ്ബറേലിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെയാണ് പ്രശ്നമാകുന്നത്. അപ്പോൾ പ്രിയങ്ക അവിടെ മത്സരിച്ച് ജയിച്ചാൽ ആലോചിച്ച് നോക്കുക, ആ കോൺഗ്രസിൻ്റെ ഈ ഫാമിലിക്കകത്ത് പവർ പൊളിറ്റിക്സ് ഇപ്പോൾ സെൻട്രലൈസ് ചെയ്തേക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. കാരണം സോണിയാഗാന്ധിക്ക് പ്രായമായി, അസുഖമായി, അതിൻ്റെ പേരിലാണ് അവർ രാജ്യസഭയിലോട്ട് പോയത്. അടി ശരിക്കുമായി, അതായത് ആങ്ങളെയും പെങ്ങളും ഈ മരുമോനും വഡേരയുമായിട്ട്. അപ്പം അതിൻ്റെ പേരിലാണ് അവസാനം തീരുമാനമെടുക്കുന്നു, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഇവിടെയും കേക്ക് വാക്കൊന്നും അല്ല, ഈ പറയുന്ന പോലെ ഈസി ആയിട്ട് മത്സരം. കാരണം 5ഓളം നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരെണ്ണത്തിൽ പോലും കോൺഗ്രസ് ജയിച്ചിട്ടില്ല. അവിടെ സമാജ്വാദി പാർട്ടിയും BJP-യുമാണ് ജയിച്ചിരിക്കുന്നത്. ഈ പറയുന്ന പോലെ സിമ്പിളായിട്ട് അവിടെ ജയിക്കാനൊന്നും പറ്റും, ചിലപ്പോൾ അങ്ങ് തോറ്റുപോകും. അതായത് UP എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ്, 80ഓളം ലോക്സഭാ സീറ്റുള്ള സ്റ്റേറ്റിൽ ഈ പാർട്ടി ഇല്ലാതാവുകയാണ്. അതിൻ്റെയാണ് ഈ ലക്ഷണം. ലാസ്റ്റ് 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ ഫാമിലി ഇത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയും. ഇപ്പം കേരളത്തിലെ നേതാക്കന്മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് TV ചർച്ചകളിൽ നടക്കുന്ന ചില പേക്കൂത്തുകളൊക്കെ പറയുന്നത് ഇപ്പോൾ തമാശയായി തോന്നി. ഇപ്പോൾ UP എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ പറ്റി പഠിക്കണം. അപ്പോൾ ആ സ്റ്റേറ്റിൽ
ഈ എന്ത് മാറ്റം, എന്തുകൊണ്ടാണ് BJP ഇത്രമാത്രം ആധിപത്യം കിട്ടിയത്? ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്ന ഹിന്ദുത്വം ഒന്നും അല്ല ഇതിൻ്റെ അകത്ത് ഘടകം. ആ സ്റ്റേറ്റിനെ യോഗിയും മോദിയും കൂടെ വരുത്തിയ മാറ്റമാണ്. അതിൻ്റെ പേരിലാണ് സമാജ്വാദി പാർട്ടിക്ക് പോലും ഇപ്രാവശ്യം അവർ പല സീറ്റുകളിൽ അവർക്ക് പലയിടത്തും മത്സരിക്കാൻ കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇവിടുത്തെ നാഷണൽ ഡെയിലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം മത്സരിക്കാൻ നേരത്തെ ഇത്രമാത്രം പണത്തിൻ്റെ ചെലവുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസ്സിന് 19 സീറ്റ് കൊടുത്തു. അവിടെയും പലയിടത്തും കോൺഗ്രസ്സിന് കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നില്ല. കാരണം ഇവർക്കെല്ലാം ഷുവർ ഷോട്ടാണ്, ആ സീറ്റുകളിലെല്ലാം തോറ്റുപോകും. ഇതിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം, ഈ മുസ്ലിം മെജോറിറ്റി ഉള്ള പല കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അവിടെ മത്സരിക്കുവാൻ മുസ്ലിങ്ങളായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പോലും കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും കിട്ടുന്നില്ല. ഇത് വളരെ കൃത്യമാണ് സംഭവം. അവരൊക്കെ പറയുന്നത് എന്തിനാണ് മത്സരിക്കുന്നത്? മത്സരിക്കുകയാണെങ്കിൽ BJPയുടെ കാൻഡിഡേറ്റ് അവിടെ 100% ജയിക്കും. ഈ പറയുന്ന BJPയുടെ സ്റ്റേറ്റും ആണെങ്കിൽ സെൻറ്റർ ആണെങ്കിൽ ഈ മുസ്ലിങ്ങളെ ദ്രോഹിച്ചിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അഖിലേഷ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 5 വർഷം ഭരിച്ചപ്പോൾ ഏകദേശം 700ഓളം ഹിന്ദു മുസ്ലിം റയറ്റുകൾ, പ്രത്യേകിച്ച് യാദവ മുസ്ലിം റയറ്റുകളുണ്ടായി. ഈ റയറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള മുസ്ലിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റപ്പെട്ടു പോയി. കാരണം മായാവതി എവിടെയും ഇല്ലാതായി ഉത്തർപ്രദേശ് പൊളിറ്റിക്സിൽ. അതുകൊണ്ടാണ് അവിടെയുള്ള ദളിറ്റ്സ് വോട്ടുകൾ നമ്പറായിട്ട് BJPക്ക് പോയത്. കാരണം വേറെ അവർക്ക് ലീഡേഴ്സ് ഇല്ലാതായി. പിന്നെ യാദവ മുസ്ലിം അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള മുസ്ലിങ്ങൾ പിന്നെ ആർക്ക് വോട്ട് ചെയ്യും? ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെയുള്ള മുസ്ലിങ്ങളും BJPക്ക് വോട്ട് ചെയ്ത്. കാരണം ഈ എല്ലാവരുമായിട്ട് തിരസ്കരിക്കപ്പെട്ട മുസ്ലിങ്ങൾ, അതായത് UP പൊളിറ്റിക്സിൽ ഒരു സമയത്ത് ഭയങ്കര ശക്തമായിരുന്നു. ഇപ്പം BSP ആണെങ്കിൽ തന്നെയും ദളിത് മുസ്ലിം കോമ്പിനേഷനായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ മുലായം സിംഗ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയും യാദവ മുസ്ലിം കോമ്പിനേഷനാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ കോമ്പിനേഷനിലാണ് അവർ വിജയിച്ചുകൊണ്ടിരുന്നത്. ഇത് മുഴുവനും താളം തെറ്റി. ഇവിടെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം, അതായത് വലിയൊരു ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റി ഉത്തർപ്രദേശിലെ BJPക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അത് നമ്മൾ മിഡ് ടൈം പോളുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും ഇത് നമ്മൾ ശരിക്കും കണ്ടതാണ്, വിസിബിളായിട്ട് എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നു. പിന്നെ അവരുടെ ലോക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇഷ്യൂസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ തലാഖ്. അതിനകത്ത് ബേസിക്കലി അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾക്ക് അഡ്വാൻറ്റേജ് ആണ് ഉണ്ടായത്. പിന്നെ അവർക്ക് ഈ സ്കിൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെറുപ്പക്കാരായ മുസ്ലിങ്ങൾ അവർക്ക് സ്കിൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ജോലി കിട്ടാൻ തുടങ്ങി പലയിടത്തും. ഇതൊക്കെ വലിയ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുദ്രാ ലോൺ എടുത്തേക്കുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ. അതേപോലെ UPയിൽ ഏറ്റവും കൂടുതൽ മുദ്രാ ലോൺ എടുത്തിരിക്കുന്നത് അവിടെയുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ്. ഇതൊക്കെ വളരെ വിസിബിളാണ്. ഇതൊക്കെയാണ് കാരണം. അതായത് കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന മുസ്ലിങ്ങളും ഇപ്പോൾ BJPയെ പിന്തുണയ്ക്കുന്നു. സമാജ്വാദി പാർട്ടി പോയിട്ടില്ല. കാരണം സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് വന്ന സമയത്ത് മുസ്ലിം യാദവ് പ്രശ്നം വളരെ രൂക്ഷമായി. അതാണ് അതിൻ്റെ കാരണം. അതായത് അവിടുത്തെ കാസ്റ്റിൻ്റെ കോമ്പിനേഷൻ മുഴുവനും നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തോട്ട് പോയി. അപ്പോൾ മോദിയുടെ ഒരു സംഭവമുണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. അതായത് കാസ്റ്റ് ബേസ്ഡ് ആകരുത്. കാരണം കാസ്റ്റും മതവുമാണ് ഇന്ത്യ ഇത്രയും നാളും നശിപ്പിച്ചത്. അപ്പം അതവിടെയുള്ള ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ BJPക്ക് വളരെ ഡോമിനേറ്റ് ചെയ്ത് ഇലക്ഷൻ ചെയ്യുന്നത്. അതായത് കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഈ അമേഠിയും റായ്ബറേലിയുടെയും കാര്യം മാത്രം. ഞാൻ ഈ വയനാട് ഇഷ്യൂ വിട്ട് കളഞ്ഞിരിക്കുന്നത്. കാരണം അതൊരു ഇഷ്യൂവേ അല്ല. അവർക്ക് അവിടെ ഒന്നും ജയിക്കാനൊരു സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലാണ് ഇങ്ങോട്ട് വന്നത്, അല്ല വേറെ സംഭവമൊന്നുമില്ല. കാരണം വയനാട് ഷുവർ ഷോർട്ട് സീറ്റാണ്, ജയിക്കും. അപ്പം അവിടെ ഒരു സീറ്റ് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നുള്ള 100% സ്പഷ്ടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യവും റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കും. കാരണം രാഹുൽ ഗാന്ധി ഒരു ഭൂലോക മടിയന്. കാരണം ആ ഒരു
അയാൾക്ക് എന്ത് പോസ്റ്റ് കൊടുത്താൽ അത് നർച്ചർ ചെയ്ത് അത് പെർഫോം ചെയ്യാൻ കഴിയാത്ത പയ്യനാണ്. കാരണം പുള്ളിക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമൊന്നുമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ടു കിടക്കുന്നു എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സിന് അദ്ദേഹം AICC പ്രസിഡൻ്റായിട്ടിരുന്ന സമയത്തും AICC ജനറൽ സെക്രട്ടറി ആയിട്ട് UPയുടെ ചാർജ് കൊടുത്തിട്ടും ഒരു കുന്തവും ആ സ്റ്റേറ്റിൽ നടക്കാതിരുന്നത് വളരെ സ്പഷ്ടമാണ്. ഇനിയും പിന്നെ എന്ത് ഡെലിവറിയാണ് ചെയ്യാൻ പോകുന്നത്? ഇതാണ് ചോദ്യം. പക്ഷേ ഉത്തർപ്രദേശിലുള്ള ജനങ്ങൾ, വടക്കേ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഈ ഗാന്ധി ഫാമിലിയെ പറ്റിയും കോൺഗ്രസ് പാർട്ടിയെ പറ്റിയും കേരളത്തിലുള്ളവരെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു. അതിൻ്റെ പേരിലാണ് ഈ ഫാമിലിയെ തള്ളിക്കളഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യാഖ്യാനം.